അവിടെ രോഗികൾ കിടക്കുന്ന വെച്ച് ഞങ്ങൾ എന്താ മൗനമായിരിക്കണോ? ഇതേ ഞങ്ങളുടെ സ്ഥലമാണ്. ഇവിടെ ഞങ്ങളുടെ ഇഷ്ടം പോലൊക്കെ ഞങ്ങൾ ചെയ്യും. തന്റെ ഗുണദോഷമൊന്നും വേണ്ട. അല്ല സാറന്മാര്, ഒരാശുപത്രി എന്നൊക്കെ പറയുമ്പോ ഞങ്ങളോട് ചോദിച്ചോണ്ടാണ് ആശുപത്രി കെട്ടിയത്. പോടാ പോയേ. ആശുപത്രി മാത്രമേ ഡോക്ടർക്ക് സ്വന്തമായുള്ളൂ. ചുറ്റുവട്ടാരവും അല്ല, നടമാർഗത്തൊന്നും അല്ലേ. തടി ഇതൊക്കെ പോടാ അവിടുന്ന്. ഓടോ അയാളുടെ ഒരു ഹോസ്പിറ്റൽ. ഓടാ പോയി പറയടാ. ഇൻസ്പെക്ടർ രവീന്ദ്രൻ ഹിയർ. ഞാൻ ഡോക്ടർ രാമേന്ദ്രൻ. ഡോക്ടറോ? എന്താ ഡോക്ടർ ഈ സമയത്ത്? എന്റെ ഹോസ്പിറ്റലിന് അടുത്ത വീട്ടിൽ താമസിക്കുന്ന കുറെ ചെറുപ്പക്കാരുണ്ടല്ലോ, അവര്. അങ്ങനെയോ? ഡോക്ടർ അറിയണ്ട, ഞങ്ങൾ ഇപ്പൊ തന്നെ ചെന്ന് കൈയോടെ പ്രശ്നം തീർത്തു തരാം. ബുദ്ധിമുട്ടോ? നല്ല കാര്യമായി. പട്ടണത്തിന് നടുക്കിങ്ങനെ കുറെ അലവലാതി പിള്ളേർ എന്ത് വൃത്തികേടും കാണിച്ചാൽ അത് ഒതുക്കാൻ വേണ്ടിയിട്ടല്ലേ ഡോക്ടർ ഈ കാക്കിയിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏറ്റു. ഡോണ്ട് വറി. ഗുഡ് നൈറ്റ്. നാണപ്പെട്ട പിള്ളേ, ഒരിടം വരെ പോണം. ഓ വന്നേ വന്നേ വന്നേ. അയ്യോ ഏമ്മ, എന്താ മാനെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ അതിനിവിടെ ആരും വന്നില്ലല്ലോ മാനെ. വന്നില്ലേ? മാസത്തിൽ 1-2 തവണ വലിയ മുതലാളിയും കൊച്ചു മുതലാളിയും വരും, അല്ലാതെ ആരും. സത്യമാണോ ഇവിടെ ആരും വന്നില്ലെന്നുള്ളത്? അതേ മാനെ. അല്ല സാറേ, എനിക്കൊരു സംശയം. ഡോക്ടർ സാർ വൈകിട്ട് 2 പെഗ് കഴിച്ചു കഴിഞ്ഞപ്പോ തോന്നിയതല്ലേ ഈ കംപ്ലൈന്റ്? തന്റെ ഒരു സംശയം. കേട്ടോ, ആ ഊപ്പ ഡോക്ടർക്ക് നമ്മളെ പറ്റി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടായല്ലേ? നല്ല ഉള്ളുള്ള മുടിയാ. ശരിക്കും സൂക്ഷിച്ചില്ലെങ്കിലേ കൊഴിഞ്ഞു പോകാൻ നോക്കാനല്ലേ ചാരിച്ചിട്ടുള്ളത്. കെട്ടിച്ചു വിടുമ്പോഴോ അപ്പോഴും ചാരിച്ചു വരണമായിരിക്കും കാര്യങ്ങൾ നോക്കാൻ. തോറ്റു ഞാൻ. അനിയത്തേക്കാൾ ചെറുപ്പമാ ചേട്ടന്. എന്റെ പുഷ്പേ, ഞാനൊന്ന് നോക്കിട്ട് വരാം. ഓക്കെ. ഒന്ന് വേഗം മാവനെ. എന്താ വേണ്ടേ? കുളി കഴിഞ്ഞിട്ട് മണിക്കൂറൊന്നായി. ഇവിടെ തോർത്തൊന്നും വേറെ താരം നോക്കിയിട്ട് കാണാനില്ല. ആഹാ, എനിക്ക് കണക്കായി പോയി. ഞങ്ങളൊക്കെ കുളിക്കാൻ പോകുമ്പോഴാ തോർത്ത് അന്വേഷിക്കാറ്, അല്ലാണ്ട് കുളി കഴിഞ്ഞ് തോർത്തേണ്ട സമയത്തല്ല കേട്ടോ. നീ ചുമ്മാ ഇപ്പൊ മനസ്സില്ല. എന്നാ വേണ്ട, ഞാനൊന്ന് തോർത്തുന്നില്ലെന്ന് വെക്കും. ഓ, ഇഷ്ടം പോലെ. എന്ത് തോന്നിവാസമാ ചന്ദ്രേട്ടനെ കാണിക്കുന്നത്? തല തോത്താണ്ട് വെള്ളം താണ വല്ല അസുഖം വരുത്താനാണോ? വന്നോട്ടെ, ചികിത്സിക്കാൻ ഡോക്ടർ ഉണ്ടല്ലോ, പിന്നെന്താ? അയ്യോ, ഞാൻ തോറ്റു. ഇത് നിനക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഈ മുറി മുഴുവൻ വെള്ളം വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ?
കുസൃതി കാണിച്ചല്ലോ ചുട്ട പെട കിട്ടും. ഓ പിന്നെ താൻ വല്ല ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കും, ഡോക്ടർ ആയിരിക്കും, അതൊക്കെ അങ്ങ് ഹോസ്പിറ്റലിൽ. ഇവിടെ എന്റെ സ്വന്തം ഭാര്യ, മൈ ഓൺ പ്രൈവറ്റ് പ്രോപ്പർട്ടി, മനസ്സിലായോ? അതിന് നേരം സന്ദർഭം നോക്കാതെ ഇവിടെ വെച്ച് വേണോ ശൃംഗാരം? ശരി, ഇത് വലിയ പുലിവാലായല്ലോ. ഇനി ഇത് നമ്മുടെ വീട്, നമ്മുടെ ബെഡ്റൂം. ഇവിടെ എല്ലാവരും പിന്നെ പബ്ലിക് റോഡിലാ ശൃംഗരിക്കുക. നീ ഒരു കാര്യം ചെയ്യും, ആ പ്രിസ്ക്രിപ്ഷൻ പാഡ് എടുത്ത് കാലത്തും വൈകുന്നേരവും അത്താഴത്തിന് ശേഷവും ഓരോ ഔൺസ് വീതം ശൃംഗാരമാവാം എന്ന് എഴുതി. ദിവസം അതെ, പുഷ്പയ്ക്ക് ഓരോ ബുക്ക് കാണാതെയാവും. പിന്നെ ഞാൻ തന്നെ വേണം കണ്ടുപിടിക്കാൻ. ഇങ്ങനൊരു പെണ്ണ്. അവക്ക് കെമിസ്ട്രി ബുക്ക് കൊണ്ട് കളയാൻ കണ്ടൊരു സമയം. രാവിലെ ഒരു മൂഡ് വന്നായിരുന്നു. എന്റെ പുഷ്പേ, ഇത്ര മറവിയായാലേ നാളെ നീ ഒറ്റയ്ക്കായാലും എന്ത് ചെയ്യും? അതിന് ഞാൻ ഒറ്റയ്ക്കാകാൻ പോകുന്നില്ലല്ലോ. ചരിച്ചിട്ടുണ്ട് അവന് എപ്പോഴും എന്റെ കൂടെ പോടുന്നു. അയ്യോ, ഇതെന്താ ഇത്? ബുക്ക്. എന്ത് ബുക്ക്? കെമിസ്ട്രി ബുക്ക് ആണേ? ആണ്. ദിവസവും കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് കിട്ടിയെങ്കിൽ പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് പഠിക്കുകയാണോ അതോ വായി നോക്കി നടക്കാണോ? അവള് പഠിക്കാതെ പിന്നെ അവിടത്തെ സപ്പോർട്ടൊന്നും വേണ്ട. ക്ലാസ്സോടെ പാസ്സായ ഇനിയും പഠിക്കാം. അല്ലേ വഴിയെ പോകുന്ന ഏതെങ്കിലും ഒരു അലവലാതിക്ക് ഞാൻ കെട്ടിച്ചു കൊടുക്കും. എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നില്ലെങ്കിലേ അത് പരീക്ഷ പേപ്പർ നോക്കുന്നവരുടെ കണ്ണിക്കേടും ഉണ്ടാവും. ഞാനേ എഴുതിയ പരീക്ഷയ്ക്കല്ല ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഡോക്ടർ രാമചന്ദ്രന്റെ പെങ്ങളാ. കേട്ടോ കേട്ടോ, മണി വിളിച്ച ഉടനെ ഇരുത്തി കളഞ്ഞല്ലോ. ഓ, സമ്മതിച്ചിരിക്കുന്നേ, നീ എന്റെ അനിയത്തി തന്നെ. നമ്മളെ പറ്റി കംപ്ലൈന്റ് ചെയ്ത് ഡോക്ടർ ഇന്ന് അമ്മക്ക് അവരെ പഠിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വന്നപ്പോ രോഗം മാറുന്നതുവരെ സിഗരറ്റ് വലിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ വലിച്ചില്ല ഡോക്ടർ. ഡോക്ടറോട് മാത്രം കള്ളം പറയരുത്. രാത്രി കിടക്കാൻ നേരത്ത് മാത്രം ഒരെണ്ണം, ഇനി വലിക്കില്ല. എന്തിനാ ഒരെണ്ണമാക്കിയത്? ഒരു 10 പാക്കറ്റ് വലിച്ചുകൂടായിരുന്നു. ഡോക്ടറുടെ ചികിത്സ പൂർണ്ണമാകുന്നത് രോഗിയുടെ സഹകരണം കൂടി ഉണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ വെറുതെ കുടം കമഴ്ത്തേച്ച് അതിന്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെ. ദേഷ്യം കൊണ്ടല്ല, സങ്കടം കൊണ്ട് പറയാൻ. എന്റെ അടുത്തൊരു പേഷ്യന്റ് രോഗം മാറിയിട്ടേ ഇവിടുന്ന് പോകാവൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇനി വലിക്കില്ല സാർ. ഉറപ്പാണോ? അതെ. നെക്സ്റ്റ്.
മരുന്ന് വാങ്ങാൻ കൈ പൈസ ഉണ്ടോ? വരട്ടെ ഡോക്ടർ. ഓ, ഇത് വാങ്ങിച്ചു കഴിക്കൂ. എന്താ ജനമേ, പോവുകയല്ലേ? പോവേ, ബില്ലൊക്കെ അടച്ചു. എവിടത്തേക്ക് തരാൻ? പാവങ്ങളാണെങ്കിലും ഒരു സന്തോഷത്തിന് എളിയൊരു സമ്മാനം. വേണ്ട, ആവശ്യത്തിനുള്ളത് ബില്ല് എഴുതി വാങ്ങുന്നുണ്ട്, അത് ധാരാളം മതി. എന്നാലും ഒരു സന്തോഷത്തിന്. എന്റെ സന്തോഷമാണ് വേണ്ടതെങ്കിൽ ജാനം ഒരു കാര്യം ചെയ്യും. കൊല്ലുള്ള ഈ ഏർപ്പാടുണ്ടല്ലോ, അതൊന്ന് നിർത്ത്. പിള്ളേര് 5 ആയല്ലോ, ഇത്രയും പോരെ? ഡോക്ടർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ചേട്ടാ, ഈ പറയുന്നത് കേട്ടാ തോന്നുന്നു ഇതെല്ലാം എന്റെ കുറ്റമാണ്. ഇതൊക്കെ ഡോക്ടറോട് പറയാൻ കൊള്ളാമോ? പറഞ്ഞാലെന്താ, എല്ലാം കഴിഞ്ഞ് ഒരു പ്രസവത്തിന് ഇവിടെ അല്ലേ വരേണ്ടത്? കേട്ടോ ഡോക്ടറെ, ഇതൊക്കെ മനുഷ്യൻ വിചാരിച്ച നിൽക്കുവോ? എല്ലാം ദൈവം തമ്പുരാന്റെ കളിയാ. മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് ദൈവത്തിന് പറയാമോ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. അധികം പറഞ്ഞാലുണ്ടല്ലോ. ഡോക്ടറെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇങ്ങനെ പിടിച്ചു കെട്ടി മറ്റേ ആ സൂത്രപ്പണി ഉണ്ടല്ലോ, അതൊന്ന് ചെയ്യണം. അത് എന്നെ സൂത്രപ്പണി ചെയ്യിക്കണം. നിനക്കങ്ങ് ചെയ്യാനെന്താ? ശരി ശരി, ഇനി ഇങ്ങനെ വന്ന രണ്ടുപേരെയും പിടിച്ച് സൂത്രപ്പണി ചെയ്യും. ചേട്ടാ, ഈ പറയുന്നത് കേട്ടാ തോന്നുന്നു ഇതെല്ലാം എന്റെ കുറ്റമാണ്. ഇതൊക്കെ മനുഷ്യൻ വിചാരിച്ച നിൽക്കുവോ? എല്ലാം ദൈവം തമ്പുരാന്റെ കളിയാ. ഡോക്ടർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ചേട്ടാ, ഇത് കേട്ടാത്തൊന്നും പിള്ളേരെല്ലാം ഉണ്ടായത് എന്റെ കുറ്റം കൊണ്ടാണ്. അയ്യേ, ഈ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയാമോ? അതിനെന്താടി, അവസാനം എല്ലാം കഴിഞ്ഞ് ഇവിടെയല്ലേ പ്രസവത്തിന് വരേണ്ടത്. വാ വാ. എന്താ പറ്റി? ഒന്നുമില്ല. പറയുന്നേ. ഒന്നുമില്ലെന്നേ, ഞാനിപ്പൊ കാപ്പി കൊണ്ടുവരാം. എടാ അരുണേ, ഒന്ന് എഴുന്നേറ്റേ. നല്ല ഒന്നാന്തരം ചൂട് ചായ നിനക്ക് വേണ്ടി അമ്മാവൻ അനത്തിയതാ. 9 മണിക്ക് സ്റ്റേഷനിൽ എത്തേണ്ടതാ. ഒരു കൊലപാതകത്തിന്റെ മഹ്സർ എഴുതാൻ പോണം. ഞാൻ പോയാലേ ആ കൊലപാതകം ആത്മഹത്യയാവൂ. എന്തിനാ അമ്മാവ ഈ അന്യായമൊക്കെ കാണിക്കുന്നത്? അന്യായോ? ചുമ്മാ ഇരടാ. നാടോടുമ്പം നടുവേ ഓടണം. നീ ഷർട്ട് ആ പാപ്പിയുടെ കടയിൽ കൊണ്ട് ഇസ്തിരി ഇട്ടോണ്ട് വാ. 10 മിനിറ്റ് കൊണ്ട് വരണം. ബാക്കി ഷർട്ടെല്ലാം മുഷിഞ്ഞ് കിടക്കുന്നോണ്ടാ. നേരത്തെ സ്റ്റേഷനിൽ ചെന്നില്ലേ രവീന്ദ്ര സാർ കാണാൻ പോകാന്ന് പറയും. എനിക്കത് ഇഷ്ടമല്ലാതെ എനിക്കറിയാമല്ലോ. ഞാൻ ആരെ കൊണ്ട് എന്നെ ഒന്നും പറയിപ്പിക്കാറില്ല. അതാ ചെല്ല്. പിന്നെ ഒരു ദിവസം മണി 9 ആകാൻ പോകുന്നല്ലോ. എവനെ ഇതുവരെയും കണ്ടില്ലല്ലോ. സത്യമായിട്ട് തന്നെ മത്സരം കയറുമല്ലോ. അമ്മാവനായിട്ട് ജനിച്ച് എന്നെ ഒന്നും കണ്ടേ. രണ്ടെണ്ണം പറ. ഷർട്ടിട്ടുകൊണ്ട് വരാൻ പറഞ്ഞ പൊമ്പിളൊക്കെ പുറകെ നടക്കല്ലേ. പോലീസിന് നീ എന്റെ പേര് വെട്ടിക്ക് അമ്മാവൻ അടിച്ചു വെച്ചവനെ. ജീപ്പിലോട്ട് കയറും. നീ എങ്ങോട്ട് വരും? വീട്ടിൽ പോയിടാ റാസ്കൽ. എന്നെ മാനം കെടുത്തിയ പിണ്ടം.